2025 ഡിസംബർ 13 ദ ഗോഡ് ജോൺ സീന WWE നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിട്ടയർ ആവാൻ പോവുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 48 വയസ്സാണ്. ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് അദ്ദേഹം റിട്ടയർ ആവുന്നത്. ഇപ്പോഴും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. എനിക്കിതുവരെ അതിൻ്റെ ആ ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരുപാട് നോക്കി, അറിയില്ല. ഇപ്പോൾ അവസാനമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ വീഡിയോസ് ഇറങ്ങിയത് അദ്ദേഹം നടക്കുമ്പോഴും കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴെല്ലാം മുതുക് കുറച്ച് ബെൻഡ് ചെയ്ത് കാല് കുറച്ച് ബെൻഡ് ചെയ്തിട്ടൊക്കെ നടക്കുന്നതായിട്ടൊക്കെ കാണാം. ഈ 23 വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് ഇഞ്ചുറീസും ഒരുപാട് സർജറികളൊക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോൾ ഇങ്ങനെ ആയതെന്നാണ് പറയുന്നത്. ഏകദേശം 23 വർഷമായി ജോൺ സീന റെസ്ൽ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മാച്ചുകളെല്ലാം തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള മാച്ചുകളാണ്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2003 മുതലാണ് WWE കണ്ടു തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരാളെ അങ്ങനെ ഇഷ്ടം അങ്ങനെ പറയാനില്ലായിരുന്നു. എല്ലാവരെയും ഒരുപോലെ ആയിരുന്നു. WWE അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. റെസ്ലിംഗ് ആ ഒരു രീതിയിലായിരുന്നു നമ്മൾ ആ പ്രായത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ 2009 ഇറങ്ങിയ ബ്രേക്കിംഗ് പോയിന്റ്, WWE ബ്രേക്കിംഗ് പോയിന്റ്, ജോൺ സീന വേഴ്സസ് റാൻഡി ഓർട്ടൺ ഐ ക്വിറ്റ് മാച്ച്. ഈ മാച്ച് കണ്ടതിന് ശേഷമാണ് ഞാൻ ജോൺ സീനയുടെ ഡൈ ഹാർഡ് ഫാനായത്. ഡൈ ഹാർഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കടുത്ത ഫാനായത്. അതിനുശേഷം ഞാൻ WWE ഒറ്റ എപ്പിസോഡുകളും മുടക്കിയിട്ടില്ല. WWE റോ, സ്മാക്ഡൗൺ അങ്ങനെയുള്ള റിട്ടേൺ വരുന്ന മാച്ചുകൾ എല്ലാം, സ്പെഷ്യൽ ഇവൻറ്റ്സ് ഫുള്ളും ഒറ്റ എപ്പിസോഡ് പോലും ഞാൻ മുടക്കിയിട്ടില്ല. എല്ലാ എപ്പിസോഡുകളും ഇരുന്ന് കാണുമായിരുന്നു. നെവർ ഗീവ് അപ്പ് എന്ന് പറയുന്ന വാക്ക് സംഭവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മോട്ടിവേഷൻ തന്നൊരു സംഭവമാണ് ഈ നെവർ ഗീവ് അപ്പ്. എൻ്റെന്ന് മാത്രമല്ല ഒരുപാട് പേരുടെ, ജോൺ സീനയുടെ ഒരുപാട് ഇൻ്റർവ്യൂസും പുള്ളിയുടെ ഫാൻസിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസൊക്കെ കാണുന്നവർക്ക് അറിയാം. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ പുള്ളിയെ അനുകരിക്കാൻ തുടങ്ങി, ജോൺ സീനയെ അനുകരിക്കാൻ തുടങ്ങി, പുള്ളിയെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ കൊണ്ടാവും ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങി. എന്നെ അടുത്തറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ എൻ്റെ വിളിപ്പേര് സീന എന്നാണ്. ഇപ്പോഴും എന്നെ സീന എന്ന് വിളിക്കുന്നവരുണ്ട്. ഒന്നും ആകില്ലായിരുന്നു ഞാൻ, എവിടെയും എത്തില്ലായിരുന്ന ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്ന മോട്ടിവേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ്. അതിൻ്റെ 100% അദ്ദേഹം തന്ന മോട്ടിവേഷൻ കൊണ്ട് മാത്രമാണ്. അത് ഞാൻ എവിടെയും പറയും. അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യും. അത് ചിലർക്ക് എനിക്ക് വട്ടാണെന്ന് പറയുന്നുണ്ട്, പ്രാന്താണെന്ന് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ 32 വയസ്സായി. ആ പ്രായം മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ നിമിഷം പോലും ഒരു അണുപോലും എനിക്ക് അദ്ദേഹത്തോടുള്ള ആരാധനയോ ആ ഒരു ഇഷ്ടമോ കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ഒരു 2009 ബ്രേക്കിംഗ് പോയിന്റ് കണ്ട ആ സമയം തുടങ്ങിയ ആ ഒരു ആരാധന അതേപോലെയാണ് ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തോടുള്ളത്. അതുപോലെ തന്നെ രസകരമായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പണ്ട് ഈ ഫ്ലക്സ് തരംഗമായിട്ടിരുന്ന സമയം ഉണ്ടായിരുന്നല്ലോ. ഫ്ലക്സ് തരംഗമായിട്ടിരുന്ന സമയത്ത് എല്ലാവരും സിനിമാ താരങ്ങളുടെയൊക്കെ ഫ്ലക്സൊക്കെ വെച്ച് ആ ഒരു ഫാൻസ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ഫ്ലക്സുകൾ റോഡ് സൈഡിലൊക്കെ നിരന്നിരുന്ന സമയത്ത് ഞാൻ ജോൺ സീനയുടെ ഫ്ലക്സുകൾ കൊണ്ടായിരുന്നു നിറച്ചിരുന്നത്. അതിൻ്റെ പേരിൽ എനിക്കൊരു പോലീസ് കേസ് വരെ ഉണ്ട് കേട്ടോ. പോലീസ് കേസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് വെച്ചിരുന്ന സമയത്ത് ഫ്ലക്സ് നിരോധനം വന്നൊരു ടൈം ഉണ്ടായിരുന്നല്ലോ. ഫ്ലക്സ് നിരോധനം വന്നിരുന്ന സമയത്ത് എൻ്റെ കാലൊടിഞ്ഞ് കിടപ്പിലായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പോലീസുകാർ വിളിച്ചായിരുന്നു എനിക്ക് വാണിംഗ് തന്നു സാധനം എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയില്ല. സംഭവം പോലീസുകാർ വന്നത് എടുത്തുകൊണ്ട് പോയി. അവർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല എന്നുള്ള പേരിൽ എൻ്റെ പേരിൽ കേസെടുത്തു. പിന്നെ കേസ് കോടതിയിലായി. പിന്നെ എനിക്ക് പെറ്റി വന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കേസായതിനു ശേഷം ഒരു നമ്മുടെ ക്ലബ്ബ് മുഖേന നടത്തിയിരുന്ന ഓണപ്പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഫ്ലക്സിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് കളിയാക്കലുകളും വിമർശനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ആ ഒരു വാശിക്ക് നമ്മൾ പൊതുസ്ഥലത്ത് വയ്ക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പരിപാടി സ്ഥലത്ത് ഞാനൊരു 20 അടി വീതിയും 10 അടി നീളമുള്ള 20 അടി നീളവും 10 അടി വീതിയുള്ള ഒരു വീണ്ടും തെറ്റി വീതി 20 അടി പൊക്കം 10 അടി അത്രയുള്ള ഒരു ജോൺ സീനയുടെ ഫ്ലക്സ് എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വൺ മെമ്പർ ഓഫ് സീനേഷൻ ആർമി എന്നാണ് ഞാൻ എല്ലാ ഫ്ലക്സിലും കൊടുക്കാറ്. അപ്പോൾ അതുപോലെ ഒരു സംഭവമൊക്കെ വെച്ച് അത് അന്നൊരു തരംഗമായിരുന്നു കേട്ടോ. അന്ന് ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അന്ന് ഒരുപാട് പേര് കബഡിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഇതൊന്ന് ശ്രദ്ധിച്ചു, ഇത് എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് പലരും ഫ്ലക്സുകൾ ഇതുപോലെ വെക്കാനും തുടങ്ങി കേട്ടോ ജോൺ സീന. അപ്പം ഞാൻ അറിയുന്നത് ഇപ്പം ഇതുപോലെ ഭ്രാന്തമായിട്ടുള്ള ആരാധകർ വേറെ ഉണ്ട്. അങ്ങനെയുള്ള രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട്
നെയിം സ്ലിപ്പുകൾ അടിക്കാൻ തുടങ്ങി. നെയിം സ്ലിപ്പുകളുണ്ടല്ലോ, ജോൺ സീനയുടെ ഫോട്ടോ മാത്രം വെച്ചിട്ട് നെയിം സ്ലിപ്പുകൾ അടിച്ചിട്ട് കുറേയൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ എനിക്ക് കൊടുക്കാൻ മനസ്സൊന്നുമില്ല, കുറേ ഞാൻ വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിരുന്നു. ഞാൻ ആർക്കും കൊടുത്തില്ല, പിന്നെ കുറച്ച് മാത്രം കുട്ടികൾക്ക് കൊടുത്തേട്ടാ. പിന്നെ കലണ്ടറുകൾ അടിക്കുമായിരുന്നു. അത് എന്നെ ഞാൻ ഈ പറയുന്നൊന്നും തള്ളല്ല കേട്ടോ, എന്നെ നല്ലപോലെ എന്നെ നേരിട്ട് അറിയാവുന്നവർക്ക് അറിയാൻ ഈ കാര്യങ്ങളെല്ലാം. പിന്നെ ഈ ഫോട്ടോകളുണ്ടല്ലോ, പിന്നെ ആൽബംസ് ഉണ്ടാക്കാൻ തുടങ്ങിയത് എൻ്റെ കയ്യിൽ ഇപ്പോഴും എന്താ കാണാൻ പറ്റുമോയെന്നറിയില്ല. സീനേഷൻ എന്നാണ് ഞാൻ ഈ ടാറ്റു അടിച്ചിരിക്കുന്നത്. എൻ്റെ മിക്ക വീഡിയോയിലും കാണാൻ കഴിയും. സീനേഷൻ, 1 മെമ്പർ ഓഫ് സീനേഷനാണ്. ആ ഒരു ടൈമിൽ ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് എനിക്ക് പോലും കൃത്യമായിട്ട് അറിയത്തില്ല. ലൈറ്റ് പോകുന്ന കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ നല്ല മെലിഞ്ഞിട്ട് ഉള്ളൊരു ശരീരമായിരുന്നു കേട്ടോ. ഒരു നല്ല എന്താ പറയുക, ഇപ്പം നല്ലതെന്നല്ല ഞാൻ പറയുന്നത്, മെലിഞ്ഞിട്ടൊരു ശരീരമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് മാറ്റി നിർത്തലുകളും കളിയാക്കലുകളൊക്കെ അതിൻ്റെ പേരിൽ ബോഡി ഷേമിങ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയിൽ നിന്നാണ് എനിക്ക് ബോഡി ബിൽഡിങ്ങിലോട്ട് ആദ്യത്തെ പടി, എനിക്ക് ആ ഒരു ഇൻസ്പിറേഷൻ തുടങ്ങണം. അപ്പോൾ അതിനുശേഷം ഞാൻ ബോഡി ബിൽഡിങ്ങിലോട്ട് പോയി. ബോഡി ബിൽഡിങ് വർക്കൗട്ട് കാര്യങ്ങൾ, ബോഡി ബിൽഡറായിട്ടല്ല, വർക്കൗട്ട് എങ്ങനെയായാലും പുള്ളിയെപ്പോലെ ആവണം, അദ്ദേഹത്തെ പോലെ ആവണം, ജോൺസിന ആ ഒരു ചിന്ത മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി കേട്ടോ. ജിമ്മിൽ പോയി ഞാൻ ജിമ്മിൽ കയറിയെന്ന് പറഞ്ഞാൽ 2010 മുതലാണ് ഞാൻ ജിമ്മിൽ വർക്കൗട്ട് തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ വർക്കലയിൽ തന്നെ ഒരു റെസ്ലിംഗ് കമ്പനി തുടങ്ങിയായിരുന്നു, ഡെക്കാൻ റെസ്ലിംഗ് എന്ന് പറയുന്നത്. ആദ്യം അതിൻ്റെ പേര് KCW എന്നായിരുന്നു, കേരള റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ കോവിഡ് ടൈമിലാണ് അതിനെപ്പറ്റി അറിയാൻ പറ്റിയത്. അങ്ങനെ ഞാൻ എൻ്റെ കുറേ വീഡിയോസും എൻ്റെ കാര്യങ്ങളും എല്ലാം അതിൻ്റെ ക്യാപ്റ്റൻ സെയ്ദലിയോട് വീഡിയോസ് കാര്യങ്ങളൊക്കെ, അത് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ അറിഞ്ഞത്. ഫ്രണ്ടിൻ്റെ പേര് അഭിഷേക് എന്നാണ്. പുള്ളി മുഖേനയാണ് ഞാനിങ്ങനൊരു കാര്യം അറിഞ്ഞത്. പുള്ളിക്ക് അറിയാം എൻ്റെ ഭ്രാന്ത് എന്താണെന്നുള്ളത് പുള്ളിക്ക് അറിയായിരുന്നു. അപ്പോൾ അവൻ മുഖേനയാണ് എനിക്ക് പുള്ളിയായിട്ട് പരിചയപ്പെടാനും ഞാൻ KCWയിൽ എത്തുന്നതും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ റെസ്ലിംഗ് റിങ് കാണുന്നതും അത് തന്നെ ഒരു കഥയാണ് കേട്ടോ. റെസ്ലിംഗ് റിങ് ഞാൻ പുള്ളിയെ വിളിച്ച സമയത്ത് എനിക്ക് പണിയുണ്ടായിരുന്നു. എൻ്റെ ജോലി അറിയാമല്ലോ, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, മേശൻ ജോലിക്കാരനായിരുന്നു. അപ്പോൾ മേശരി പണിക്ക് പോയ സമയത്ത് പണി കഴിഞ്ഞ് ഒരു 5:30 ആയപ്പോൾ ജോലി കഴിഞ്ഞായിരുന്നു. 5:30 ആയപ്പോൾ ജോലി കഴിഞ്ഞ് എൻ്റെ അടുത്ത് 5 മണിക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ, KCWൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എത്താൻ പറഞ്ഞതാണ്. ഞാൻ 5:30 മണിക്ക് ജോലി കഴിഞ്ഞ് അതിനുശേഷം അവിടെ വണ്ടിയിൽ ടൈല് ഇറക്കി വെച്ച്. അന്ന് എനിക്ക് ബൈക്കില്ല, സൈക്കിളാണ് കേട്ടോ. സൈക്കിളും ചവിട്ടി ഞാൻ ഒരു 7-7:30 മണി കഴിഞ്ഞ് ഞാൻ KCWൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലെത്തപ്പോൾ അപ്പോഴും നോക്കിയപ്പോഴേ നമ്മുടെ KCWൻ്റെ ക്യാപ്റ്റൻ സെയ്ദലി ഉണ്ട്, പിന്നെ കുറച്ച് റെസ്ലേഴ്സ് ഉണ്ട്, അവരെല്ലാവരും ഉണ്ട്. അവരെന്നെ 2 കൈ നീട്ടി എന്നെ വിളിച്ചുകൊണ്ട് പോയി. ആദ്യമായിട്ടാണ് ഞാൻ, ഇപ്പോഴും എൻ്റെ കണ്ണു ആ ഒരു നിമിഷം, ആ ഒരു ഇത് എപ്പോഴും ഉണ്ട്. ജീവിതത്തിൽ ഒരിക്കലും എവിടെ എത്തില്ല എന്ന് കരുതുന്ന നമ്മളൊക്കെ റെസ്ലിംഗ് റിങ് കാണുകയാണ്, ആദ്യമായിട്ട് റിങ് കാണുകയാണ്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് കണ്ണിൽ വെച്ചിട്ട് കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൊഴുത് കണ്ണിൽ വെച്ചിട്ട് കയറി. അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ എന്താണ് ഈ നടക്കുന്നതൊക്കെ സംഭവം. ഞാനിപ്പോൾ പ്രൊഫഷണൽ റെസ്ലിംഗ് പഠിക്കാനായിട്ട് ചെല്ലുകയാണ്. ആ ഒരു പോക്കെ അതെല്ലാം സംഭവം ജോൺ സീന എന്നുള്ളൊരു സംഭവം നമുക്ക് ആ ഒരു മനസ്സിലില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ എവിടെയെങ്കിലും ജോലിയും ചെയ്ത് ഏതെങ്കിലും സ്ഥലത്ത് കുഴിയെടുത്ത് മണ്ണും വെട്ടി മണ്ണും ചുവന്ന് സിമെൻറ്റും പൊക്കി നടക്കേണ്ടതാണ്. സംഭവം അദ്ദേഹം തന്ന ഇൻസ്പിറേഷൻ കൊണ്ടാണ് നമ്മൾ ഇവിടെ അതുവരെയെങ്കിലും എത്തിയത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ഇതേപോലെയാണ്, കടുത്ത ജോൺ സീന ഫാനാണ്. അപ്പോൾ ഞാൻ ജോൺ സീനയുടെ ഒരുവിധപ്പെട്ട മൂവ്സ് എല്ലാം ഞാൻ പഠിച്ചെടുത്തു. ഡെക്കാൻ റെസ്ലിംഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഐരാവത എന്നാണ് എൻ്റെ റിംഗ് നെയിം വരുന്നത്. ജോൺ സീനയുടെ മൂവ്സുകളാണ് എൻ്റെ മൂവ്സായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുവിധപ്പെട്ട എല്ലാ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പഠിച്ചിട്ടൊന്നല്ല, ആവശ്യത്തിനുള്ള എല്ലാ മൂവ്സുകളും പവർ ഹൗസ് കാറ്റഗറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. സംഭവം നമ്മുടെ KCWയിൽ ജോൺ സീന എന്ന് കുറച്ച് പേരൊക്കെ പറഞ്ഞിരുന്നു. യൂട്യൂബിലൊക്കെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം സൂര്യ TVയിൽ ഭാവന എന്ന് പറയുന്ന സീരിയലിൽ 150ാമത്തെ എപ്പിസോഡിൽ സ്റ്റണ്ട്മാനായിട്ട് പോകാൻ അവസരം കിട്ടി. അതും നമ്മളെ റെസ്ലിംഗ് വഴിയാണ് കേട്ടോ. ക്യാപ്റ്റൻ സെയ്ദലി വഴി നമുക്ക് റെസ്ലേഴ്സിന് ഒരു അവസരം കിട്ടി. ഞാൻ മാത്രമല്ല, നമ്മൾ കുറച്ച് റെസ്ലേഴ്സ് പോയി ഫൈറ്റ് ചെയ്തു. നായകനുമായിട്ടായിരുന്നു കേട്ടോ. അതും TV സീരിയലാണ്. 150ാമത്തെ എപ്പിസോഡ് സൂര്യ TVയിൽ, യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. സൂര്യ TVയിലെ ഭാവന 150ാമത്തെ എപ്പിസോഡിൽ അങ്ങനെ പോയി ഫൈറ്റ് ചെയ്യും. അപ്പോഴും ഒന്ന് ചിന്തിക്കുക, ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ, എവിടെയും എത്താത്തതാണ് സംഭവം. നമ്മളെ സംബന്ധിച്ച് എവിടെയും എത്താത്ത ഒരു സംഭവമായിരുന്നു നമ്മുടെ ഇത്. പക്ഷേ ഇപ്പം സ്റ്റെപ്പായിട്ട് വന്നില്ലേ. അപ്പോൾ അതിനുശേഷം വന്നിട്ട് കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റ് സൂപ്പർ ചലഞ്ച് എന്ന് പറയുന്ന പരിപാടിയിൽ റെസ്ലിംഗ് ചെയ്തു നമ്മൾ.
റെസ്ലിംഗ് ഷോ ചെയ്തു. ഏഷ്യാനെറ്റ് സൂപ്പർ ചലഞ്ചിൽ റെസ്ലിംഗ് ഷോ ചെയ്തു നമ്മൾ. അതിപ്പോഴും നമ്മുടെ എന്താണ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പേര് ഏഷ്യാനെറ്റ് സൂപ്പർ ചലഞ്ച്. അതിൽ നോക്കിയാൽ മതി. അതിൽ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഒരു മാച്ച് ഉണ്ട്. നമ്മുടെ ഫുൾ ഒരു 6 പേരാണ് തോന്നുന്നു. ഒരു മാച്ച് കിടപ്പുണ്ട്. ഞാനും അതിലുണ്ട്. ഐരാവതയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നീട് ഒരുപാട് ലൈവ് ഇവൻറ്റുകൾ ചെയ്തു കേട്ടോ. നമ്മളെ ലൈറ്റ് പോയി, അതുകൊണ്ട് ഞാൻ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ഇടണം, വീഡിയോ ഇട്ടേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ ഇനി ഒരു ദിവസമേ ഉള്ളൂ. സംഭവം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇത്രയും ജോൺസണയുടെ ഫാനായിട്ട് ഒരുപാട് പേര് വീഡിയോ ഇടുന്നുണ്ട്, നീ എന്തുകൊണ്ട് ജോൺസനെ പറ്റി ഒരു വാക്ക് പോലും പറയുന്നില്ല? അപ്പോൾ ഞാൻ ചിന്തിച്ചത് ശരിയാണ്. ഞാൻ ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് സ്റ്റാറ്റസ് മാത്രം ഇട്ടതേ ഉള്ളായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെ പറ്റി. സംഭവം ഞാനെന്ന വ്യക്തി, ഇപ്പോൾ നിങ്ങളൊക്കെ ഈ കാണുന്ന ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും ഇപ്പോൾ ഈ നിൽക്കുന്ന ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്ന ഊർജ്ജവും അദ്ദേഹം തന്ന മോട്ടിവേഷനും ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ. ചിലരെന്നെ ഇപ്പോഴും വേണമെങ്കിലും കളിയാക്കുക, അവന് വട്ടാണ്, ഭ്രാന്താണ് എന്നൊക്കെ പറയാം. വിഷയമില്ല. അത് നമ്മൾ തുടക്കം തൊട്ടേ കേട്ട് തഴമ്പിച്ച കാര്യങ്ങളാണ്. അതൊന്നും നമുക്ക് വിഷയമില്ല. പിന്നീട് വന്നിട്ട് നമുക്ക് ആദ്യത്തെ മലയാളം സിനിമയിൽ സ്റ്റണ്ട്മാനായിട്ട് അവസരം കിട്ടി കേട്ടോ. അതും നമ്മൾ റെസ്ലിംഗ് ബേസിൽ നിന്നാണ് നമുക്ക് അതിലേക്കും അവസരം കിട്ടിയത്. സംഭവ വിവരണം 4 സംഘം എന്നാണ് സിനിമയുടെ പേര്. ഞാൻ ഒരുപാട് തവണ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് ഒരു ഡയലോഗ്, നായകനുമായിട്ടൊരു ഡയലോഗ് ഡെലിവറി ഉണ്ട് കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഉള്ള ഒരു ഡയലോഗുണ്ട്. സംഭവം അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഉള്ള ഒരു സീനായിരുന്നു. അത് ഫൈറ്റ് സീനുണ്ട്. അത് ഇപ്പോൾ സോണി ലൈവിൽ അത് ആ സിനിമ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ശേഷം വന്നിട്ട് ആദ്യമായിട്ട് കന്നഡ മൂവിയിൽ എന്ന് പറഞ്ഞാൽ കന്നഡ മൂവി ധനഞ്ജയ സാർ നായകനായിട്ടുള്ള പിന്നെ നാഗഭൂഷണയും നായകനായിട്ടുള്ള വിദ്യാവതി എന്ന് പറയുന്ന കന്നഡ മൂവിയിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടി. ഞാൻ മാത്രമല്ല, അതിൽ നമ്മൾ 3-4 പേരുണ്ട്. അതും റെസ്ലിംഗ് ബേസിൽ നമ്മളിങ്ങനെ കണക്ഷൻ കിട്ടി, നമുക്ക് അവിടെ കിട്ടിയതാണ്. അതായത് നമ്മൾ ഒരാൾ വീട്ടിൽ ഇരുന്നപ്പോൾ ഒരിക്കലും നമ്മളെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയതല്ല. ഓർമ്മിക്കുക, നമ്മൾ അവിടെ എത്തുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഞാൻ പറയുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ജോൺസിനെയാണ്. അതാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. വിദ്യാവതി ആമസോൺ പ്രൈമിൽ ഇപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട്. തിയേറ്റർ റിലീസ് ആയിരുന്നു, ഇപ്പോൾ OTT റിലീസ് ആയിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ട് മലയാളം മൂവിയായ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഏലിയൻ ഫിക്ഷൻ മൂവിയാണ്. നീരജ് നായകനാവുന്ന ആ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോഴും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ റിലീസാണ്. പ്ലൂട്ടോ എന്ന് പറയുന്ന മൂവിയിൽ സ്റ്റണ്ട് ചെയ്യാൻ അവസരം കിട്ടി. അതിനുശേഷം വീണ്ടും ഒരു അടുത്ത കന്നഡ പടമായ ശങ്കരാഭരണ എന്ന് പറയുന്ന മൂവിയിൽ, അതാണ് ഞാൻ ഇപ്പോൾ അടുത്ത സമയത്ത് പോയി ചെയ്ത സംഭവം. ഞാൻ മാത്രമല്ല, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല, നമ്മൾ ഈ റെസ്ലിംഗ് ബേസിലുള്ള 3-4 പേരുണ്ടായിരുന്നു. അതിൽ നമ്മളെല്ലാവരും പോയി. അപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിലും അവസരം കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്റ്റണ്ട്മാനായി, ഒരു പ്രൊഫഷണൽ റെസ്ലറായി, ഒരു ബോഡി ബിൽഡറായി, എന്താണ് എന്ന് ഞാൻ ഇപ്പോഴും എൻ്റെ കൂലിപ്പണിക്ക് തന്നെയാണ് പോകുന്നത്. എൻ്റെ സ്ഥിര വരുമാനം എന്ന് പറയുന്നത് മേശം പണിയാണ്. ഞാൻ എല്ലാ ജോലിക്കും പോകും. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, എല്ലാ ജോലിക്കും പോകും. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്താണ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ശങ്കരാഭരണ എന്ന് പറയുന്ന മൂവിയിൽ തന്നെ ഞാൻ സ്പോയിലറാണ് സംഭവം. ഞാൻ വീഡിയോസൊന്നും ഇപ്പോൾ ഇടുന്നില്ല. സംഭവം വീഡിയോ എനിക്ക് ഇട്ടുകൂടാ, എന്നാലും ഞാൻ പറയാം. എനിക്ക് എൻ്റെ ഫിനിഷർ പറഞ്ഞാൽ ജോൺസിയുടെ ഫിനിഷറായ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, അതാണ് എൻ്റെ ഫിനിഷറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ഐരാവത ഉപയോഗിക്കുന്നത്. അതെനിക്ക് ചെയ്യാൻ പറ്റി. അതിൽ ആ സെയിം മൂവ് എനിക്ക് ചെയ്യാൻ പറ്റി. ആ സംഭവം എന്നെ അറിയുന്ന സ്റ്റണ്ട് മാസ്റ്ററാണ്, കോർഡിനേറ്റർ എല്ലാവരാണ്. അപ്പോൾ എനിക്ക് ചെയ്യാനായിട്ടൊരു അവസരം തന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അത് ബിഗ് സ്ക്രീനിൽ കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. എൻ്റെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാനായിട്ട് ഞാൻ വെയിറ്റിങ്ങിലാണ്. ഞാൻ വന്നിട്ട് 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. 10ാം ക്ലാസ്സും പഠിച്ചിട്ടില്ല. 9ാം ക്ലാസ് ജയിച്ചതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ട് പഠിത്തം ഒഴിവാക്കി കൂലിപ്പണിക്ക് ഇറങ്ങിയതാണ്. 9ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ എനിക്കുള്ളൂ. അതിനുശേഷം ഞാൻ ജോലിക്കിറങ്ങി. ആ ജോലിക്കിറങ്ങി ഞാൻ ഇതുവരെ ഇപ്പോൾ അങ്ങ് ഉയരത്തിൽ നിൽക്കുന്നു എന്നല്ല പറയുന്നത്, ഇതുവരെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് ജോൺസിന് തന്ന മോട്ടിവേഷനും അദ്ദേഹം തന്ന ഒരുപാട് മോട്ടിവേഷൻ സ്പീച്ചുകളും, അതായത് നെവർ ഗീവ് അപ്പ്, നെവർ ബാക്ക് ഡൗൺ ആൻഡ് നെവർ ക്വിറ്റ്, റൈസ് അബവ് ഹെയ്റ്റ്,
അദ്ദേഹം ഓരോരുത്തർക്ക് തരുന്ന മോട്ടിവേഷൻ അത് നമ്മൾ ഉൾക്കൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം ആരാധന അദ്ദേഹത്തോട് കൂടി വരികയാണ് സംഭവം. അത് നമ്മൾ ഉൾക്കൊണ്ട് എന്താണ് അത് ഏറ്റെടുത്താണ് നമ്മൾ ജീവിക്കുന്നത്. സംഭവം നമുക്ക് പറ്റുന്ന നമ്മളെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലർക്കും പല കാര്യങ്ങളും അറിയാം. അപ്പോഴെല്ലാം പല രീതിയിൽ എനിക്ക് ഈ വാക്കുകളും കാര്യങ്ങളും എല്ലാം നെവർ ഗിവ് അപ്പ് ആ ഒരു സംഭവമുണ്ട്. ഇതിപ്പം ഞാനിപ്പോൾ എപ്പോഴും പറയണം ഒരു കാര്യം തന്നെ എപ്പോഴും വീണ്ടും പറയണം. എന്നെ അടുത്തറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് എല്ലാവരെയും ബോറടിപ്പിക്കുന്നില്ല. സംഭവം അദ്ദേഹം റെസ്ലിംഗിൽ നിന്ന് പോകുന്നതിൽ വിഷമമുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് കാണാൻ പറ്റത്തില്ല എന്നാണ് പൂർണ്ണമായിട്ടും നമുക്കറിയാൻ കിട്ടിയ വിവരം. അങ്ങനെയാണ് അദ്ദേഹം പൂർണ്ണമായിട്ടും WWE നിന്ന് പോകുന്നു എന്നല്ല, ചിലപ്പോൾ വരുമായിരിക്കാം. നമ്മുടെ റോക്ക്, ഡ്വെയ്ൻ ജോൺസണൊക്കെ വരുന്നത് പോലെയൊക്കെ ചിലപ്പോൾ ഗസ്റ്റായിട്ടും കമൻറ്റേറ്ററോ ആയിട്ടൊക്കെ ചിലപ്പോൾ വരുമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് ഷോ ഇനി കാണാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ അദ്ദേഹം റെസ്ലിംഗിൽ നിന്നും, അതായത് 13-ാം തീയതി ലാസ്റ്റ് ഫൈനൽ റിട്ടയർമെൻറ്റ് മാച്ചാണ്. നമുക്ക് 14-ാം തീയതി കാണാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചിനായിട്ട് കാത്തിരിക്കാം.